കുട്ടി കരയുന്നുണ്ടല്ലോ. സുമി കേട്ടിട്ടില്ലേ? സുമിയേ, സുമിയേ, എടീ കുട്ടി കരയുണ്ട്. എന്തേമ്മാ കുട്ടി നീച്ചോ? കരയുണ്ടില്ല, ഇങ്ങോട്ട് കേക്കണന്നല്ല. കുട്ടി കരയുണ്ട്. ഇച്ചാണ് മുട്ടുകാലോണ്ട് ഈ പൊങ്ങിയൊന്നും കയറാൻ വെച്ച. ഇജ്ജ് പോയി നോക്കുന്ന. ഞാൻ അടുപ്പത്ത് കറി വെച്ചിക്കണം, നിങ്ങളൊന്ന് നോക്കോ? കറിയൊക്കെ ഞാൻ നോക്കിക്കോളാ. ഇജ്ജ് അതിന് എളുപ്പം പോയി നോക്ക്. കുട്ടിയൊന്ന് നോക്കട്ടെ. നടക്കാൻ നീച്ച അവളവിടെ കാണാനില്ലല്ലോ. എരീസുവോ, എരീസുവോ? അല്ല, ആരത്? ഖദീസാത്തെ പേര് ഉള്ളു കയറി. ഇല്ലടി, ഞാൻ കയറണില്ല. എന്റെ മുസ്ലിം കുട്ടികളൊക്കെ വന്നിക്കണ അവിടെ. വിരുന്നാരുണ്ടല്ലേ. ഞാൻ ഈ പാത്രം തരാല്ലിങ്ങാണ്ടേ അങ്ങനെ പോകുന്നതേനി. അല്ലടി, ഇവിടെ മറ്റേ വോട്ടിന്റെ ഒക്കെ ഒരാൾക്കാർ വരൂലോ, എത്താപ്പ SCR അങ്ങനെ ഏതോ ഒരാൾക്കാർ വരുമല്ലോ. അയിട്ട വന്നീനോ ഒരു പേപ്പറൊക്കെ കൊണ്ട്? ഇല്ലേ, ഇങ്ങോട്ട് വന്നിട്ടില്ല. തന്നെ, ഞങ്ങളവിടെയും വന്നിട്ടില്ലടി. ഇപ്പൊ എനിക്ക് കേക്കണോ? അങ്ങനെ വരാത്ത പെരക്കാരൊക്കെ ഈ നാട്ടിന്ന് പോകണമല്ലോ. ഓൽക്കൊന്നും വോട്ടജാൻ പറ്റൂലെന്ന് അതറിഞ്ഞപ്പോ മുതൽ എനിക്ക് ബേജാറായി നിക്ക ഞാന്. നമ്മളൊക്കെ ഉടുക്കല്ലിട്ടാ പോക. അതാണെങ്കിൽ ചെന്ന് ആലോചിച്ച് നോക്ക്. ഈ നാട്ടിന്നേ നമ്മൾ പാകിസ്ഥാൻക്കൊക്കെ വേറെ ഏതോ നാട്ടിക്ക് പോകണമല്ലോ. തന്നെ അതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരൂലേ? നമ്മളെ കുടിക്കൊന്നും വന്നിട്ടില്ലല്ലോ. ഇത്രയായിട്ട് എന്റെ വീട്ടിക്ക് വന്നിട്ടില്ല. എങ്ങനെയാലേ നമ്മളെ നാടൊക്കെ വിട്ട് വേറെ നാട്ടിൽ പോയിട്ട് അറിയില്ല. ആലോചിക്കുമ്പോ തന്നെ പേടിയാക്ക. തന്നെ എന്നടി പാത്രം എത്തിനാപ്പ നിങ്ങൾ ഗതിയെടുത്ത് ഇപ്പൊ തന്നെ കൊടുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് കൊടുന്നാ മതിയെന്നല്ലോ. ഇപ്പൊ അത്ര ധൃതിയൊന്നും ഇല്ലേനി. അല്ല, സുമി ഇല്ലേ? സുമി ഉണ്ട്. സുമി കുട്ടി കരഞ്ഞപ്പോളേ മേലക്ക് പോയി. കിച്ചാണെ കാലോണ്ട് അങ്ങോട്ട് കയറി പോകാനും വെക്കൂല. അല്ല നബീസോ, എന്നാ ഞാൻ പോട്ടോട്ടോ. എന്നിട്ട് കയറുന്നില്ലല്ലേ നിങ്ങള്? ഇച്ചാണെങ്കിൽ ഈ കാര്യം ആലോചിച്ചും കൂടി ബേജാറാകുക. ഞാന് എവിടേക്കല്ലേട്ടാടി നമ്മളൊക്കെ പോകുക. എൻ്റെ അടുക്ക് വരികയാണെ ജിമ്മി ഒന്ന് അറിയിച്ചാണ്ടിട്ടോ. എന്നാ ഞാൻ പോയടി. ആയിക്കോട്ടെ, എന്നാ പോയി വരി. അല്ലാത്തൊരു കഥ റബ്ബേ. എത്താപ്പ കാട്ട? അതാണെങ്കി നമ്മളെ കുടിയേക്ക് വരുന്നുമില്ലല്ലോ. ആലോചിച്ചിട്ട് തന്നെ ബേജാറാകുന്നുണ്ട്. അല്ലാ, കറി അടുപ്പത്താ. സുമിയെ, അല്ല ആരിവിടെ വന്നീനി? ഇന്നലെ വർത്താനം കേൾക്കണ്ടീനി. അതോ, അത് നമ്മളെ ഖദീസാത്ത ഇറങ്ങിയത്. എനിക്കൊരു കാര്യം കേൾക്കണോ? ഖദീസാത്ത പറയണേ, മറ്റേ എന്താണൊരു SIR എന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് കൊണ്ടുവരൂല. നമ്മളാർക്കും ഇതുവരെയായിട്ട് കുറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് പൂരിപ്പിച്ച് കൊടുക്കാത്തോണ്ട് ഇനി വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനത്തോലെ ഈ നാട്ടിൽ നിന്നൊക്കെ പുറത്താക്കുമല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പാകിസ്ഥാൻക്കൊക്കെ പോകേണ്ടി വരുമല്ലോ. അറിയില്ലടി, നമ്മളെത്താ കാട്ട് എത്രയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഓലാർക്കും വന്നിട്ടില്ലല്ലോ. അങ്ങനൊന്നും ഇല്ലമ്മ. അതവിടെ അതിന്റെ അവിടെ പോയി കണ്ട് ചോദിച്ചിക്കണെങ്കിൽ കിട്ടും. ആ ഫോം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാ. അത് നിങ്ങൾ ബേജാറാകണ്ട. അത് കിട്ടിയിട്ടില്ലെങ്കിലേ നമുക്ക് അവിടെ പോയി കണ്ടത് വാങ്ങിക്കൊണ്ടുവരാം. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ലെങ്കിൽ. നിങ്ങൾ ഇനി അത് ആലോചിച്ച് ബേജാറാകണ്ട. അങ്ങനെ പറ്റുമല്ലോ. ഇപ്പളാ സമാധാനായത്. ഞാൻ അതങ്ങോട്ട് പേടിച്ച് ഖദീസാത്ത അങ്ങനെ പറഞ്ഞപ്പോ. അല്ല, കറി എത്തായി? കറി അയക്കണതേ. ഇനി തൂമിച്ചാനും കൂടി ഉള്ളൂ. എന്നാ ഞാൻ കാട്ടിക്കോളമ്മ. വറവിടാനല്ലേ ഉള്ളൂ. അല്ല, ഇത് മീന് തേച്ചീഞ്ഞ? അമ്മ മീന് തേച്ചിക്കണേ. ഇനിയിപ്പോ ഇത് വറവിടാനല്ലേ, ഞാൻ ചെയ്തോളാം. എന്നോട് ഞാൻ നേരത്തെ ചോദിച്ചാനും മറന്നേ. അതിന്റെ അടിയിൽ ഖദീസാത്തി വന്ന് അങ്ങനെ അവിടെ നേരം പോയി. എന്തൊരു വെയിലാണ്. വീട്ടില് ആരും കാണില്ലല്ലോ. വെള്ളടിച്ച് നോക്കാം. എത്ര വീടുകളിൽ പോണോ? ആരപ്പൊ വന്നതാവോ? ആരാണാവല്ലേ? കുഞ്ഞോളൊന്നും വരുന്നതും പറഞ്ഞിട്ടില്ലല്ലോ. ആരാണോ? പോയി നോക്കട്ടെ എന്നാ. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിക്കോളിമ്മ. എന്നാ ഇജ്ജ് തൂമിച്ചോ. ഏതായാലും പോയി നോക്കട്ടെ ആരാണോന്ന്. കുളി ഒന്നും കഴിഞ്ഞിട്ടുമില്ല. ആരേനു? ഞാൻ ഇവിടുത്തെ BL ആയിരുന്നു കേട്ടോ. SIR ഫോം തരാൻ വേണ്ടിട്ട് അങ്ങനെ വന്നായിരുന്നു.
തന്നെ എന്റെ വർത്താനം ഇപ്പാണ്ട് പറഞ്ഞു തീർത്തിട്ടുള്ളു ഞങ്ങള്. ഇവിടെ ആരൊക്കെ ഉള്ളത്? വാ ഉള്ളിക്ക് ഇരിക്ക. അടുത്തേക്ക് ഇരിക്കുന്ന. ശരി, അവിടെ ഇരിക്കടി. ഞാന് കൊറേ ദിവസായി വിചാരിച്ചു എത്ത ഇങ്ങോട്ട് മാത്രം വരാത്തത് എല്ലിങ്ങാണ്ട്. നസിയാറിന്റെ ഫോമേ തരാട്ടോ. എന്നാ അത് പൂരിപ്പിച്ചാലുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണ്ടിട്ടോ, എങ്ങനെയൊക്കെയാണ്ന്നുള്ളത്. പൂരിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? പൂരിപ്പിക്കാൻ അങ്ങനെ തോന്നിയതൊന്നുമില്ല. 2002 ആരോ ഇവിടെ ചെയ്തത് അത്. പിന്നെ ഇവിടുത്തെ നിങ്ങളുടെ ഒരു ഐഡന്റി കാർഡ് എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരുന്ന. കാർഡുകളൊക്കെ കാക്കാന്റെ കയ്യിലുണ്ടായാല് ആ അൽമാരിയിൽ തന്നെ എടുത്തിട്ട് വരട്ടോ. എന്നാ ഇതില് കൊറേ കാർഡുകളുണ്ട്, ഇതിൽ ഏതാ ജന്നെ നോക്കിക്കോ, അറിയില്ല, പറഞ്ഞുതരാം. സെയിം പേര് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണമ്മ? അതെല്ലേ. അപ്പൊ അവർക്ക് വേറെ ഭാര്യ, കുട്ടി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെ. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഞാൻ മൂപ്പരെ പെണ്ണുങ്ങളാണ്. പിന്നെ എന്റെ മോന് പെണ്ണെട്ടിക്കണു, ഓള് ഇവിടെ ഉണ്ട്, മരുവോള് ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു മോനുണ്ട്, ഓന് പിന്നെ വേറെ മാറി താമസിച്ചിക്കണ്, വേറെ വീടെടുത്തിങ്ങാണ്ട്. പിന്നെ മോള് കെട്ടിച്ചോടത്താണ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, ഈ സെയിം ഇതിലുള്ള ഒരിത് എനിക്ക് കിട്ടിയത് എന്റെ ഉമ്മാന്റെ വീടിന്റെ അവിടെ ഒറ്റ വീട്. അപ്പൊ അവരെങ്ങനെ എനിക്ക് ഒരു അയച്ചിരുന്നായിരുന്നു. അവിടുത്തെ എന്താ സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചു. അവിടുത്തെ BLO ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഇതാണെന്നൊക്കെ അറിഞ്ഞപ്പോ അങ്ങനെ വിളിച്ചിരുന്നു. അപ്പൊ ഈ സെയിം ഇതാണ് എനിക്ക് വിട്ടുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. അവൾക്കൊരു 18 വയസ്സൊരു മോളൊക്കെ ഉണ്ട്. അപ്പൊ ആ മോക്കും ഇക്കൊല്ലം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തതായിരുന്നു. എന്തൊക്കെയാ പറയുന്നത്? അത് ഇവിടുത്തെ കാക്കാവൂല, എനിക്ക് മാറിയതേക്കാരം. നിങ്ങള് പറയുന്ന ആള് തന്നെയാണോ നോക്കോ? സുമിയേ, സുമിയേ, അമ്മ ഇജൊന്ന് ഇങ്ങോട്ട് വന്നാ. അതെ വരുന്നു. എന്തേമ്മ? സുമിയേ, ഇതൊക്കെയാ ഇവിടുത്തെ BLO ആണ്. ഇത് മരുവോളാണ്. മരുമോളാണല്ലേ. പിന്നെ ഞാൻ കാർഡുകളൊക്കെ കൊടുത്തപ്പോഴേ നിങ്ങള് പറയണേ ഇതേ പേരിലുള്ള വേറെ ഏതോ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചോള് ഉപ്പാക്ക് വേറെ പെണ്ണും കുട്ടിയൊക്കെ ഉണ്ടോന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് നോക്കിക്ക, അവളെ ഫോണിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതൊന്ന് നോക്കിക്ക. അതാ ഇത് നോക്കി. ഇത് ഉപ്പാന്റെ പ്രൂഫുകൾ തന്നെയാണ്. ആണോ? തന്നെടി. ഇത് ഈ സെയിം ഇതാണ് അവര് തന്നത്. എന്റെ ഉമ്മാന്റെ വീടിന്റെ അടുത്ത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇതിലേക്ക് അതിന്റെ അഡ്രസ്സ് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അവിടുത്തെ നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കൂ. ഇനിയിപ്പോ ഇത് ഫില്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവര് ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് ഫോമാട്ടോ. അപ്പൊ ഇതാ ഇവിടെ വെക്കുന്നുണ്ട്. ഇതാ. അപ്പൊ എന്നാല് അഡ്രസ്സ് ഞാൻ വാട്സപ്പ് ചെയ്തുതരാം. ഇത് പോയിട്ട് കുറച്ച് ഇതുണ്ട്, കുറച്ച് വീടുകളിലൊക്കെ കയറാണ്ട്, എന്നോട് എത്തണ്ടേ വോട്ടിന്റെ സമയത്ത്. അപ്പൊ ഇതാ ഇത് ഇവിടെ വെക്കട്ടോ. അപ്പൊ ഞാൻ പോയി വരാം എന്നാല്. ഇത് ഫില്ല് ചെയ്തിട്ട് ഇവിടെ തന്നെ വെച്ചാ പോരെ? അത് ഞാൻ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ട് വാങ്ങിച്ചോളാം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ശരി. ശരി എന്നാ പോട്ടമ്മ. ഉപ്പാക്ക് നീ വേറെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടോ? എന്റെ സുമിയെ, എന്തൊക്കെയാ പെണ്ണ് പറഞ്ഞത്? ഉപ്പാക്ക് വേറെ പെണ്ണും കുട്ടിയൊക്കെ ഉണ്ട്. നിങ്ങളോളെ ഫോണില് കണ്ട് നേരെ നീക്കാനേ. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ കേട്ടോ. അമ്മ കേട്ടും കണ്ട ആകെ ഇതേക്കും. ഇത് ഇക്കാക്കൊന്ന് വിളിക്കുന്നു. ഇക്കാക്കൊന്ന് വിളിച്ചിട്ട് പറയട്ടെ. ഹലോ ഇക്ക. ഞാൻ ഒരു അർജന്റായിട്ട് ഒരു കാര്യം പറയാൻ വിളിച്ചതാ. അതെ, ഇവിടെ നേരത്തെ SIRന്റെ ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് BLO വന്നീനി. ആ സമയത്തുണ്ടല്ലോ, എന്താ ഉപ്പാക്ക് വേറെ ഭാര്യ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച്. അതില് ഉമ്മ എന്നെ ഉമ്മ വിളിച്ചില് ഞാൻ ചെന്ന് നോക്കിയപ്പോളേ എനിക്ക് ഓരോ ഫോണില് പിന്നെ ഉപ്പാന്റെ എന്താ ID കാർഡും അങ്ങനെ കുറെ പ്രൂഫുകളൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ ആ പെണ്ണിന്റെ പിന്നെ ഉമ്മാന്റെ വീടിന്റെ അടുത്താണല്ലോ.
അവിടെ ഉപ്പാക്ക് വേറെ പെണ്ണൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. വേറെ ഭാര്യയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് അതിന്റെ അഡ്രസ്സ് വാട്സപ്പ് ചെയ്ത് തന്നുണ്ട്. നിങ്ങൾ ഒന്ന് പോയി ഇങ്ങോട്ട് അന്വേഷിച്ച് നോക്കി. ഉമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കാണ്. ആയിക്കോട്ടെ. ഒന്നുമില്ല, ഞാൻ മതിയേനു. ഉമ്മാന്റെ അടുത്തേക്ക് പോയി നോക്കട്ടെ. വന്നിട്ട് ഉമ്മ, സുമിയെ, ഞാൻ ഇക്കാക്ക് വിളിച്ച് പറഞ്ഞിക്കണ്. അപ്പൊ ഓലും മറ്റേ ചെങ്ങായിമാരൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ പാടെ പോയി ഇങ്ങോട്ട് നോക്കട്ടെ. ഓല് പോയിക്കണല്ലോ. ഏതായാലും ഒന്ന് അന്വേഷിച്ച് വന്നാലും നല്ലതാണല്ലോ. ചെന്താറില് കേട്ടപ്പോ മുതലാകെ ഒരു കൊയക്കും തളർച്ചയൊക്കെ അമ്മക്ക്. ഇപ്പൊ നാകൂലത്. അല്ല, അങ്ങനെ കേട്ടപ്പോൾ എത്രയും കാലമായിട്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ഇതുവരെ ആരതുള്ളതുകൊണ്ടൊന്നും കേട്ടിട്ടില്ല. പിന്നെ എനിക്ക് ഫോണിലെത്തൊക്കെയോ കാണിച്ചിരുന്നില്ല. അതൊക്കെ ഇപ്പൊ ഉള്ളതാ പറയുമ്പോ ഒരു മനസ്സിനൊരു സുഖമില്ല. കാണിച്ചെന്നുള്ളൊക്കെ ഉള്ളതാണ്. ചിലപ്പോ അതിന് മാറുകയാണെങ്കിലോ അവിടെ പോയി എന്തായാലും ആ പെണ്ണ് അഡ്രസ്സ് ഇട്ടാൻ നിൽക്കണല്ലോ. അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഓലിപ്പോ അങ്ങോട്ട് പോകുക, പോയി വരട്ടെ. നിങ്ങൾ സമാധാനമായിട്ടേക്ക്, ബേജാറാകണ്ട. അങ്ങനൊന്നും ഉണ്ടാകൂല. ഇവലെപ്പാനിച്ചറിയണതല്ലേ, ഇത്ര കാലായി. ഇവലൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എന്തോ ഒരു ഇതില്ല ഇവലൊക്കെ നോക്കീന്ന് അറിയോ. അങ്ങനത്തെ മനസ്സൊക്കെ വേറെ ഒന്നും പോയി പെട്ടില്ലേ. കുട്ടി കരിയുണ്ടമ്മ, പോയോക്കട്ടെ എന്നാല്. കുട്ടി കരീണ ഒച്ചയാണ്. ചേച്ചി പോയോക്ക്, ബേജാറാകണ്ട കേട്ടോ. ഞാൻ പോയോക്കി വരാം. ഇല്ലടി, എനിക്ക് ബേജാറാകണ്ട. ഈ കുട്ടീനെ പോയി നോക്ക്. ഒന്നുമില്ല, ഞാൻ മതി. ഇക്കങ്ങള് വന്നോ? എന്തായി, അന്വേഷിച്ചോ? ഉള്ളത് തന്നെയാണടി. തന്നെ ഉണ്ടോലോ? ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോഴല്ലേ 2 കുട്ടികളും ഉണ്ട്. ഉമ്മ അവിടെ? അമ്മ വരുന്നു. എന്താ കുഞ്ഞുട്ടിയെ, നിങ്ങളൊക്കെ പോയി നോക്കിയോ? അമ്മ, ഞങ്ങൾ പോയി അന്വേഷിച്ച്. കേട്ടതൊക്കെ സത്യം തന്നെയാണ്. 2 കുട്ടികളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞ്. 10-20 കൊല്ലം എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട്. 35 കൊല്ലായി ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്റെ ഇപ്പൊ കാട്ടിയ പണി നോക്കിയത്. അത് ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ? 18-19 വയസ്സുള്ള മകളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ എന്തോരം വലിയൊരു ചതിയാണ് ചെയ്തത്. വെറുതെ ആഴ്ചയിൽ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ പണിയായിട്ട് വെച്ച് കണ്ടില്ല സോമി. ഞാൻ എത്ര പറയാറിയോ, ഇതൊക്കെ എന്നും ഇങ്ങോട്ട് വന്നൂടെ, വണ്ടിന്റെ ഒക്കെ ഉള്ളതല്ലേ. എന്നാലും ആഴ്ചയിലേ വരുന്ന മാതിരി കാട്ടണം. ഇതൊക്കെ ആണല്ലോ ഇപ്പൊ. ഞങ്ങൾ കാര്യമില്ല ഇമ്മ. കുഞ്ഞുട്ടിയെ, എന്നോട് കാര്യം പറയണ്ടേ. ഹസ്കറിനെ വിളിച്ചോണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പല്ലോ. നമ്മൾ എത്രയും കാലമായിട്ട് ചതിച്ചിനി. ഇനി അങ്ങനെ ഒരു ഇപ്പല്ല. മങ്ങളൊന്ന് സമാധാനപ്പെടി, വിഷമിക്കല്ലിമ്മ. ഇപ്പത്തിനങ്ങനെ കാട്ടിയതെന്നാണ് ഉമ്മ മനസ്സിലാകാത്തത്. 10-20 കൊല്ലേക്കണം. ഇത്രയും കാലമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാകണം. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾ ആലോചിക്കുമ്പോ നമുക്ക് ആ കടവും കാര്യമൊക്കെ വന്ന ടൈമില് നിങ്ങളെ സ്വർണവും കാര്യം ഒന്നായിട്ട് ഇതാക്കിയും കണ്ടില്ല ഇപ്പൊ ആ കടം വീട്ടിയത്. അതിന്റെ ഒരു ഇതും കൂടി ഇപ്പൊ കാട്ടിയില്ലല്ലോ. എന്തായാലും ഇതിന് തീരുമാനം എടുക്കണം. ഉമ്മ വിഷമിക്കല്ലിമ്മ, ഞങ്ങളൊക്കെ നിങ്ങളൊപ്പം ഉള്ളത്. താങ്ങാൻ വെക്കണില്ല. അത് കറ്റും കാലൊക്കെ കൊഞ്ചണമായിരിക്കും. എന്നാലും ഇത്രയും കാലം ഒക്കെ നിന്നും കാണിച്ച് ചതിച്ചേനില്ല മനസ്സിന്. അപ്പൊ ഇങ്ങനൊരു ഇത് ഉണ്ടായോണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയഞ്ഞ കച്ചും കൊഞ്ചണം. ഇമ്മ നിങ്ങൾ ടെൻഷൻ അടിച്ചല്ലിമ്മ. എടി ഉമ്മാൻ ആ റൂമൊക്കെ കൊണ്ടേക്ക. ശരി നമുക്ക് ഉള്ളിലേക്ക് ഇഷ്ടേരി. ഉള്ളിലേക്ക് വരാ ക്ഷണിച്ച. എടി ജുമ്മാനെ നോക്കട്ടെ, ഞാൻ അപ്പ വരാം.